بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى كل الصحابة الفائزين برضا الله أما بعد. ബഹുമാനപ്പെട്ട മുഅ്മിനീങ്ങളെ, ഞങ്ങളെ മുന്നിൽ വരകൊള്ള ഇനിയുള്ള നാളുകൾ വളരെ മഹത്വമേറിയ നാളായിരിക്കും. എല്ലാവരും ഇബാദത്ത് കൊണ്ട് ധന്യമാക്കണായ പരിശുദ്ധമായ നാളുകളാണ് ഞങ്ങളെ മുന്നിൽ വരകൊള്ള. ഖുർആനിലൊരു സൂറത്തിൽ പ്രത്യേകിച്ച് ചൊന്നൊരു വിഷയമായിരിക്കുന്നത് والفجر وليال عشر والشفع والوتر والليل إذا يسر ഇന്നോട് ജാഗിൽ വസ്സമാഇ ദാത്തിൽ ബുറൂജ് വൽയൗമിൽ മൗഊദ് വശാഹിദിൻ വമശ്ഹൂദ്. ഇങ്ങനെ പല സത്യങ്ങളും ഇട്ടിട്ട് ചൊന്ന് വലിയ സത്യങ്ങളിട്ട് മഹത്വം കൊടുത്തെങ്കിൽ നാളുകളാണ് ഞങ്ങളുടെ മുന്നിൽ പറയുള്ളത്. നല്ലതുപോലെ ബഹുമാനിക്കണം. സഹോദരങ്ങളെ, ദുൽഹജ്ജ് 8 തിങ്കളാഴ്ച, യൗമു തർവിയ. ദുൽഹജ്ജ് 8 ശനിയാഴ്ച യൗമു തർവിയ, നാളത്തെ നാളായിരിക്കട്. തർവിയാത്ത് എന്ന പേര് അറിയപ്പെട്ട നാളായിരിക്കട്. റസൂലുള്ളാഹി തങ്ങ വലിയ ദുആക്ക് ഇജാബത്തുണ്ടോ ചൊന്ന ഒരു ജാവായിരിക്കട്. ഈ ബണ്ട് ഇന്നത്തെ ജാവ്. സഹോദരങ്ങളെ, ഇമാമിങ്ങ പ്രത്യേകിച്ചിട്ട് തുഫയും ഷർവാനിയും അടക്കമുള്ള ധാരാളം കിതാബുകളിൽ ചൊന്ന വിഷയമായിരിക്കട്. ദുൽഹജ്ജ് 8-2 നോമ്പ് പിടിക്കുക സുന്നത്തുണ്ടോ ചൊന്നിട്ട് അല്ലാഹുവിന്റെ വലിയൊരു കൂലിയുള്ള വിഷയമായിരിക്കും. അതിൽ പിന്നെ പറയുള്ളെങ്കത്തെ നാറാസ അറഫ നാൾ അല്ലാഹുവിന്റെ വലിയ മഹത്വമുള്ള നാളാണ് അറഫ നാൾ. സഹോദരങ്ങളെ, അറഫ നാളിന്റെ ബഹുമാനം വളരെ വലിയ ബഹുമാനമായിരിക്കും. ഹദീസിൽ എത്രയോ മഹത്വപ്പെടുത്തിയെങ്കിൽ ഒരു നാളായിരിക്കും അറഫ. മുഅ്മിനീങ്ങളെ, വലിയ ഹിസ്റ്റോറിക്കൽ ജാഗയും ഹിസ്റ്റോറിക്കൽ നാളാണ് അറഫ നാൾ. അഥവാ ഇസ്ലാമികമായ ധാരാളം ചരിത്രങ്ങൾ നടന്നെങ്കിൽ നാളും ജാവാണ്, നാളും അതുപോലെ ജാഗയായിരിക്കും അറഫ ചൊല്ലും. പരിശുദ്ധ ഹജ്ജുമായി ബന്ധപ്പെട്ട അമലുകളും വലിയ പെരുന്നാളുമായി ബന്ധപ്പെട്ട അമലുകളും അതുപോലെ ഉദ്ഹിയത്തും എല്ലാ അമലുകളും എടുത്തു നോക്കുമ്പോൾ അറഫ ഇതെല്ലാം മുൻകാല പ്രവാചകന്മാരെയും സ്വാലിഹീങ്ങളെ സ്മരിക്കവോ അങ്ങനെ നെനപ്പാക്കുവോ. ഞങ്ങളിപ്പോൾ ഉറൂസ് ആണ്ട് എല്ലാം എന്തൊക്കെ നടത്തരുത് അങ്ങനെ നെനപ്പാക്കുവോ വേണ്ടിയിട്ട് ഒരു സ്മരണ ഞങ്ങൾക്ക്. അപ്പോൾ ആ സ്മരണ കാണുള്ളത് ചെന്നിട്ടാണ് കിതാബുകൾ പരിശോധിച്ചും കൊണ്ടാട് വിഷയ. ഇതിക്ക് ഏറ്റവും വലിയ പെരുന്നാൾക്ക് വലിയ മഹത്വം വന്നതിനെ ആ മഹാന്മാരെ സ്മരിക്കടേതുള്ള വിഷയമായിരിക്കട്. അതെല്ലാം കിതാബുകൾ പരിശോധിച്ചെങ്കിൽ വ്യക്തമായി കൊണ്ടാട് വിഷയമായിരിക്കട്. മാമി യൗമിൻ അഫ്ളലു ഇൻദല്ലാഹി മിൻ യൗമി അറഫ. അറഫ നാളിന്റെ കാറ്റി അല്ലാഹുവിനെ മുട്ട ശ്രേഷ്ഠമായ നാൾ വേറെ ഇല്ല. യൻസിലുല്ലാഹു തബാറക വ തആല ഇല സമാഇ ദുനിയ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രത്യേകമായ ഓർഡർ, ഒരു കൽപ്പന ഒന്നാമത്തെ ആകാശത്തേക്ക് വന്നിട്ട് എത്തരു. ആ ഓർഡർ പ്രകാരം ഫയുബാഹി ബി അഖിൽ അർളി അഖില സമാ. ആകാശവും ഭൂമിയിലുള്ള ആൾമാർക്ക്, ആകാശത്തിലുള്ള മലായികത്ത് ഭൂമിയിലുള്ള ആൾമാർക്ക് റഹ്മത്ത് കൊണ്ടിട്ട് ചൊല്ലിരംഗത്തെ റഹ്മത്തുമായി അങ്ങനെ ചുറ്റുവരിരംഗത്തെ ഒരു സാഹചര്യമാണ് അറഫ നാളിൽ പറയുള്ളത്. മലായികത്ത് ഇടീ ഭൂമിയിലുള്ള ആൾമാരുമായി എന്തായിരിക്കട് മലായികത്ത് ആ ജാഗയിൽ ഇങ്ങനെ നിറയുണ്ടാണ്. പിരിസപ്പെട്ട മുഅ്മിനീങ്ങളെ, എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല കുറേ വിഷയങ്ങൾ ആ മലായികത്തിന് മുന്നിൽ തിരിച്ചോട്ടുണ്ടായിരിക്കട്. ഇത് വ്യാഖ്യാനിച്ചു മുഹദ്ദിസീങ്ങൾ ചൊല്ല് ആ അറഫ നാളിൽ അള്ളാഹുടെ പ്രത്യേകമായ റഹ്മത്ത്, നിഅമത്ത്, ബറക്കത്ത് ചൊരിഞ്ഞിട്ട് ഈ ഭൂമി ലോകത്തെ വീഴുകയും തുസ്തജാബു ദഅവാത്ത് ദുആകൾ പെട്ടെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുകയും ചെയ്യുണ്ടായിരിക്കും. ശൈത്താൻ ഏറ്റവും വലിയ അർസമുള്ള, ശൈത്താൻ ഏറ്റവും നിസ്സാരപ്പെട്ട്, ശൈത്താൻ ഏറ്റവും ശരിയായിട്ട് വേണ്ട, ഏറ്റവും ശൈത്താൻ്റെ മര്യാദ പൊണ്ണിക്കത്തുന്ന നാൾ
അറഫ നാളാണ്. എന്തുകൊണ്ട്? അല്ലാഹുവിന്റെ റഹ്മത്തും മഗ്ഫിറത്തും മനുഷ്യന്മാരുടെ ദോഷങ്ങൾ മാഫാക്കലും ഇതെല്ലാം കണ്ടിട്ട് ശൈത്താനന്റെ നാണില്ലാണ്ട് കൊണ്ട് അതെന്നിട്ടും സ്വഹീഹായ ഹദീസുകളിൽ കണ്ട് വിശ്വപ്പെട്ട മുഅ്മിനീങ്ങളെ അമലുകളെ കൊണ്ട് ധന്യമാക്കണം. ധാരാളം അമലുകൾ അണ്ടത്തെ ചാവും പോലും നാക്കോ ശ്രമിക്കണം. ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അറഫ നാളുടെ മഹത്വം കേൾക്കുമ്പോൾ, അണ്ടത്തെ നോമ്പ് പിടിച്ചെങ്കിൽ വീട്ടിൽ കൂലി എന്ന് കേൾക്കുമ്പോൾ, കഴിഞ്ഞ ഒരു വർഷത്തെയും ഇനി വറവുള്ള ഒരു വർഷത്തെയും ദോഷങ്ങൾ അല്ലാഹു, ചെറുദോഷങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മാഫാക്കാനുണ്ടായിരിക്കട്ടെ. ഇത്രയും വലിയ മഹത്വമുള്ളെങ്കത്തെ ഒരു നോമ്പായിരിക്കും അറഫ നോമ്പ്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രത്യേകതയായ നോമ്പായതുകൊണ്ടാണ് അത്രയും മഹത്വയ്ക്ക് യാറ കൂടിയത്. വേറെ നോമ്പ് കണ്ടി കാന യഅദിലു ബി അൽഫി യൗം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ചിട്ട് സ്വഹാബത്തുണ്ടാണ് അറഫ നാളുടെ 1000 നാൾക്ക് തുല്യമായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടുകൊണ്ടിരുന്നതാണ്. അറഫ നാൾ 1000 നാൾക്ക് സമാനം. അപ്പോൾ ഒരു 3 വർഷത്തെ എന്താ? അപ്പോൾ 3 വർഷത്തെ അമലുക്ക് സമാനമാണ് അറഫത്തെ ഒരു നാളിലെ നോമ്പുകളും അമലുകളും. ഇത്ര വലിയ വിഷയം. മാത്രമല്ല അറഫ നാളിനെ ബഹുമാനിച്ചിട്ട് അമലുകളും ദുആകളും നോമ്പുകളും ഖുർആനോത്തുകളും ദിക്റുകളും ആക്കുന്നതോട് കൂടെ നല്ല നല്ല നാളിനെ പറയുമ്പോൾ അതിനെ ബഹുമാനിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അണ്ടത്തെ നാളിന് ദോഷങ്ങളും അള്ളാഹു പൊരുത്തപ്പെടാത്ത കാര്യങ്ങളും ഞങ്ങളുടെ ഭാഗത്തിൽ വരാണ്ടിക്കോ വേണ്ടിയിട്ട് കഠിനമായി ശ്രമിക്കണം. അതിൻ്റെ ഭാഗമായിട്ട് ഹബീബുനാ റസൂലുള്ളാഹി തങ്ങൾ ചൊല്ലെ, ഒരു മനുഷ്യ തൻ്റെ നാവുടെയും കാതിടെയും കണ്ണടയും അറഫ നാളിൽ സൂക്ഷ്മയായി വെച്ചിട്ട് ഹറാമുകളെ തൊട്ട് ദൂരാക്കി വെച്ചാണ്ടായെങ്കിൽ ഈ അറഫത്തെ വിളിച്ചിട്ട് ഇനി വേണ്ട അറഫത്തോടുള്ള എല്ലാ ദോഷവും അല്ലാഹു മാഫാക്കുന്നുണ്ടാണ്. ചെറുദോഷങ്ങൾ അല്ലാഹു മാഫാക്കുന്നുണ്ടാണ്. പിരിസപ്പെട്ട മുഅ്മിനീങ്ങളെ, അപ്പോൾ ആയതുകൊണ്ടിട്ടു ഹറാമിൽ നിന്ന് മാറിയിരിക്കുകയും ഇബാദത്തുകൾ വർദ്ധിപ്പിക്കുകയും പ്രത്യേകിച്ചിട്ട് ഇമാം നബവി റളിയല്ലാഹു അൻഹു ചെന്ന വിഷയമായിരിക്കട് എന്തായിരിക്കട് അറഫ നാൾ യുസ്തഹബ്ബു ദാലിക ഫീ യൗമി അറഫ അക്സറ മിൻ ബാഖിൽ അശ്ർ. ദുൽഹജ്ജിലെ ബാക്കി 10 നാളുടെ കാണ്ടി ബാക്കി നാളുടെ കാണ്ടി ദിക്റുകളെ കൊണ്ട് ധന്യമാക്കണമായത്, ദിക്ർ ചൊല്ലണമായത് അറഫ നാളിൽ ചെന്നിട്ടും ഇമാം നബവി റളിയല്ലാഹു അൻഹു പ്രത്യേകിച്ച് ഇങ്ങനത്തെ വിഷയം. ഖൈറു ദുആഇ ദുആഉ യൗമി അറഫ. ദുആകളെ കൂട്ടത്തിൽ ഏറ്റവും ഖൈറായ ദുആ, വലിയ ഇജാബത്തുള്ള ദുആ അറഫ നാളിലെ ദുആ ചെന്നിട്ടും ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതേപോലെ കാട്ടിലുള്ള പണ്ട് പ്രാണികളടക്കം അതിൽപ്പെട്ട ചൊമ്മത്തെ ജീവിങ്ങ അറഫ നാൾ ബഹുമാനിച്ചിട്ട് നോമ്പ് പിടിക്കുക ചൊല്ലതിരെ പരിശോധനാക്കിയ മുൻകാല സ്വാലിഹീങ്ങളുള്ള കിതാബുകളുള്ള വിഷയത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ ചൊല്ലെ ഈ ദുആ അണ്ടത്തെ നാൾ ചൊമ്മതുമാർ കൊണ്ടുവന്നിട്ട് കൻസുന്ന ജാഹിർ പോലത്തെ കിതാബിലുണ്ട്. ആ ദുആ എന്തായിരിക്കട് എത്രയോ 10 അടിമകളെ മോചിച്ചേക്കും ഖൈറും 1000 ആ ദിക്ർ ചെന്നുണ്ടായെങ്കിൽ വളരെ വലിയ കൂലി ചെന്നിട്ടും അതേപോലെ ഖുൽ ഹുവല്ലാഹു 1000 വട്ട അറഫ നാളോട് തോതിയെങ്കിൽ കേട്ടതെല്ലാം അല്ലാഹു തആല തണ്ട് ചെന്നിട്ടു. ഒരു ഖുൽ ഹുവല്ലാഹു എത്ര നാളെ വേണം? 1000 ആ നാളെ ബഹുമാനിച്ചിട്ട് അവൻ കേട്ടതെല്ലാം അല്ലാഹു തആല കൊടുക്കൊണ്ടാണ്. അല്ലാഹു ഇതെല്ലാം നൽകുമാറാകട്ടെ. തക്ബീറുകൾ അറഫ നാൾ ഞായറാഴ്ച 2 സുബയാണ് വേണ്ടത് ഇന്ത്യക്കാരായ ഞങ്ങൾ. അപ്പോൾ ഞായറാഴ്ച 2 സുബൈ അറഫ നാളുടെ സുബൈ നിസ്കാരം വിളിച്ചിട്ട് ഞായറാഴ്ച തിങ്കളാഴ്ച ചൊവ്വാഴ്ച ബുധനാഴ്ച ബാലാഴ്ച 2 അസർ തോലത്തെ എല്ലാ ഫർദ് നിസ്കാര, സുന്നത്ത് നിസ്കാര, ജനാസ നിസ്കാര, ഖളാഇദ് എല്ലാ നിസ്കാരത്തെ പെറോത്തിലും തക്ബീർ ചൊല്ലുക സുന്നത്തുണ്ടോ? വലിയ മഹത്വമുള്ള തക്ബീറായിരിക്കും. എൽഫിഡൻക്ക് ചിലപ്പോൾ ശനിയാഴ്ച 2 സ്റ്റാർട്ടാവും, ശനിയാഴ്ചത്തോടെ സ്റ്റാർട്ടാക്കിയിട്ട് ബുധനാഴ്ചത്തോടായിരിക്കും വേണ്ടത്. അപ്പോൾ ഏതുമാവട്ടെ അങ്ങനെ തക്ബീറുകളെ കൊണ്ട് ധന്യമാക്കണം. പെരുന്നാളിൻ്റെ ജാവും തക്ബീറുകളെ കൊണ്ട് ഔത്തുലും ചുറ്റുമാകത്തുമെല്ലാം ധന്യമാക്കണം. പെരുന്നാൾ കുളിക്കുമ്പോൾ പെരുന്നാൾ സുന്നത്തായ കുളി ചെന്നിട്ട് നിയത്ത് വീക്കണം. പെരുന്നാളിലെ ജാവ് ഹയാത്താക്കരുത്. അള്ളാഹുറോട്ടം വലിയ കൂലിയുള്ളതുണ്ട്. ഞങ്ങൾ ചെമ്മവിടെ പഠിച്ച വിഷയമാണ്. ദുആക്ക് ഇജാബത്തുള്ളൊരു ജാവാണ് പെരുന്നാൾ ജാവ് ചൊല്ലത്. അതെല്ലാം നല്ലതുപോലെ ബഹുമാനിക്കണം. അള്ളാഹുറോട്ട വലിയ മഹത്വമുള്ള നാളാണ് പെരുന്നാൾ നാൾ ചൊല്ലത്.
ധാരാളം നന്മകൾ കൊണ്ടിട്ടാണ് പണ്ടത്തെ നാളെ നമ്മൾ ധന്യമാക്കണമായത്. ഗ്രീറ്റിങ്സുകളും പരസ്പരം സന്തോഷങ്ങൾ കൈമാറലും എല്ലാം സുന്നത്തായിട്ട് ഇമാമിങ്ങ പടിപാട്ടിയ വിഷയമായിട്ട്. നല്ല ഡ്രസ്സ്, പുതിയ ഡ്രസ്സ് ശ്രമിക്കണം, ഇല്ലെങ്കിൽ പുതിയതില്ലെങ്കിൽ ഏറ്റവും നല്ല ഡ്രസ്സ് ഇടുമ്പോൾ പ്രത്യേകിച്ചുള്ള ദിക്കറെല്ലാം ഉണ്ടോ അതൊന്നും ആരും മറന്നിരണ്ട. ധാരാളം ആൾമാർ ഊഹിയത്തിന് വേണ്ടിയിട്ട് ഉദ്ദേശിച്ചിരിക്കുവാറ്. ഒരു ചെറിയൊരു ഞാൻ മനസ്സിലാക്കി കൊടുത്തോളം ഒരു 4000 അന്താജിക്ക് അപ്പറിപ്പറ 4000 അന്താജിക്ക് ഏകദേശം ഊഹിയത്ത് കൂടുതൽ ഷെയർ കൊടുക്കേണ്ട അവസരമുണ്ടോ, വ്യവസ്ഥകൾ ഇനിയുമുണ്ട് നാം മനസ്സിലാക്കി കൊടുത്തോളും. അപ്പോൾ അതൊക്കെ വേണ്ടിയിട്ട് ഒരുങ്ങിയിട്ടിക്കുവാറ്. ഒരുങ്ങിയില്ലെങ്കിൽ ഇനിയായെങ്കിലും ഒരുങ്ങോട്. ഒരാൾ മുടിയെടുത്തത് കൊണ്ടിട്ട് ഉഗരെടുത്തത് കൊണ്ട് ഉകിയത്ത് കൊടുക്കുക ഇനാവില്ല. അങ്ങനെ എന്തില്ലേ ഉകിയത്ത് എപ്പം നീയത്താക്കാൻ അതിൽ പിന്നെ ഉഗറും മുടിയും എടുക്കാണ്ടിക്ക് സുന്നത്തത്തര ഇത്രത്തോളം എടുത്തത് കൊണ്ട് ഇന്ന ഉകിയത്ത് കൊടുക്കാവില്ല. അങ്ങനെ എന്തില്ല. ഒരാൾ അങ്ങനെ വരച്ചിടാറ്. ഓർക്ക് കൊടുത്തെങ്കിൽ കുറേ വർഷങ്ങളോളം കൊടുത്തോണ്ടിരിക്കുന്നു. സുന്നത്ത് നിർബന്ധമാവില്ല, നേർച്ച മെച്ച മാത്രം. അങ്ങനെ എന്തില്ല. പ്രത്യേകിച്ച് മൃഗത്തെ ശ്രദ്ധിക്കോളൂ. 3 വർഷത്ത് പ്രവേശിച്ച മൃഗമായിരിക്കണം. അതിൻ്റെതായ വിദഗ്ധാന്മാർ കണ്ടാറ്. ഐബ് കളിക്കൊതിയറ കറുപ്പുഞ്ചി മൃഗാവില്ല. അതേപോലെ എന്തായിരിക്കട്ടെ ബീരത്തെ ഒരു ചെറിയൊരു അംശം വരെ പോയെങ്കാവില്ല. കൈക്കാലങ്ങ പൊട്ടിയെങ്കാവില്ല. എവിടത്തോളൂ നിങ്ങൾ അൺലോഡ് ആക്കുമ്പോൾ ചിലപ്പോൾ അതിൽ കൈക്കാലം പൊട്ടിയെങ്കും ആവില്ല. ഞാൻ അങ്ങനെ ആയിട് അൺലോഡ് ബീലത്തെ തോല് ഈ സിപ്പയിലേക്ക് വന്ന് ഉദിക്കത്ര മൃഗ പൊയ്ത്തത് ഞാൻ ചെന്നത് അവിടെ ഇല്ല. അങ്ങനെ പൊണ്ണുങ്ങിന്നെങ്കാവില്ല. ഞാനൊരു മൃഗം ഞാൻ നോക്കുന്നത് അതിനെന്തായിരിക്കും ഇപ്പോൾ ഉണങ്ങിയ പൊണ്ണു ചെന്നാറ് എന്തെങ്കിലും അത് പൊണ്ണുടെ അംശം ചെയ്യുന്നെങ്കിൽ അത് വളരെ ശ്രദ്ധിക്കണം. ആ വിഷയം അങ്ങനെ ചമ്മ മൃഗം എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം. സാധാ മൃഗ പോലെ അല്ലത്. എന്തെങ്കിലും ഉദീയത്താവിടെ ഇല്ലെങ്കിൽ ഉദീയത്താവില്ല. നീയത്ത് വെച്ചില്ലെങ്കിൽ ഏത് ആമലും സമാവില്ല, ഉദീയത്തും സമാവില്ല. ഇത് എൻ്റെ സുന്നത്തായ ഉദീയത്ത് സമയത്ത് നീയത്ത് വീക്കിട്. ഞങ്ങൾ നീയത്ത് വീക്കായില്ലെങ്കിൽ ആരർക്കണം ഏൽപ്പിക്കണം. അങ്ങനെ ആയെങ്കിൽ ഏൽപ്പിക്കണം. അർക്കുമ്പോൾ പ്രത്യേകിച്ചിട്ട് അതെല്ലാം ശ്രദ്ധിക്കണമായ വിഷയമായിരിക്കും. പെരുന്നാൾ നാൾക്ക് യാറെ സുന്നത്ത് ഇല്ല സൗകര്യം ഇല്ലെങ്കിൽ അപ്പുറത്തെ അയ്യാമത്തെ സ്ഥിതിക്ക് തീരോത്തോളം ആവിടും. എന്തേ ഇനി ഗൾഫിടങ്ങ് ആരെങ്കിലും നിങ്ങൾ ഉദീയത്താർക്കോ ഏൽപ്പിച്ചെങ്കിൽ ശ്രദ്ധിക്കോളൂ. അങ്ങനെ പെരുന്നാൾ ഞായറാഴ്ചയുണ്ടായെങ്കിൽ അങ്ങനെ ഉദീയത്ത് പൊതനാശമേ തീരണം, പൊതനാശനൻ്റെ ആവണം. അതേപോലെ ഞായറാഴ്ചൻ്റെ എടുത്ത് കൊടുക്കുകയില്ല. ഞങ്ങൾ രാജ്യത്തെ പെരുന്നാൾ തിങ്കളാഴ്ച ആയത് കൊണ്ടിട്ടു. അത് വക്കാലത്തായി ബന്ധപ്പെട്ട പ്രത്യേക വിഷയമായിരിക്കും. അപ്പോൾ ഗൾഫിടങ്ങൾ ഉദീയത്താണെങ്കിൽ അർക്കിടക്കുന്നുണ്ടെങ്കിൽ ബാലാസ് ഞങ്ങൾ ഷെയർ കൂട്ടിരണ്ട, ബാലാസിൻ്റെ വെച്ചിരണ്ട. ഏത് തിങ്കളാഴ്ച ഞായറാഴ്ച പെരുന്നാൾ അവിടെ ഗൾഫിടങ്ങ ഒമാൻ്റെ ഒക്കെ തിങ്കളാഴ്ച പെരുന്നാൾ അങ്ങനെ ഞങ്ങളെ പോലെ ആയിരിക്കും. അല്ലാണ്ട് സൗദി ദുബൈ എല്ലാം എന്തായിരിക്കും ഞായറാഴ്ച ആയിരിക്കും. അപ്പം അങ്ങനെ ഉദീയത്ത് ഏൽപ്പിച്ചെങ്കിൽ ബാലാസ് ഞങ്ങൾക്ക് സമാവിടെങ്കും അങ്ങനത്തെ സമാവില്ല. അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. അന്യ മതസ്ഥന്മാർ കാഫിരിങ്ങൾക്ക് സ്വതക്ക കൊടുക്കുകയും എല്ലാം സുന്നത്തുണ്ട്. പക്ഷെ ഉദീയത്തിൽ ഒരു ഇറച്ചിരി കരിയാക്കിയിട്ട് വരെ ഇത് കൊടുക്കുക തീരെ. വേറെ ഇറച്ചി വേണം കൊടുക്കുക, അത് കൊടുക്കുകയില്ല. അതേപോലെ തോലു അതുപോലത്തെ ഇതെല്ലാം ആർക്ക് ഫ്രീ ആയിട്ട് പാവത്തിന് കൊടുക്കാൻ വിൽക്കുകയില്ല. ഇനി പ്രത്യേകിച്ചിട്ട് ബോട്ടി പോലത്തെ പൂക്കിടാറ് അതും അതിൽ ഒരു വസ്തുവും വേസ്റ്റാക്കുക തീരാണ്ടാണ്. ഉദീയത്തിൽ ഒരു വസ്തുവും തീരെ എത്ര തിന്നിടങ്ങി കൊടുത്തു തിന്നു പാട്ടും തിന്നിടങ്ങി എന്തും അല്ലെങ്കിൽ എന്തെങ്കിലും ഉപയോഗപ്പെടുത്തും. ചുരുങ്ങിയത് ഗൊബ്ബറാക്കുക ഉള്ളൂ, അതെങ്കിലും ആക്കണം. അല്ലാണ്ടതിൽ പൂക്കുക തീര. ഇത്രയും ഇസ്ലാം ദീനിൽ കർശനമാണ്. സുന്നത്തായ ഉദീയത്തിലെ വിഷയ ഫർദിലെ വിഷയിക്കട്ടെ, സുന്നത്തിലെ വിഷയം വെച്ചുകൊണ്ട് ഒരു വസ്തു വേസ്റ്റാകൂടെ തീരാണ്ടാണ്. അപ്പോൾ ആയതുകൊണ്ട് ഉട്രാശി പോയി പൂക്കിടല്ല. ഉദീയത്തിന് മൃഗത്തെ ഓരോരോ വസ്തു ജാഗ്രത ആക്കുക. ഇസ്ലാം ദീൻ ഓർഡറാക്കിയ വിഷയത്തിക്കട്. അതേപോലെ ഷെയർ കൂടുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കൊണ്ടു. ഏതാളുടെ മൃഗം ഏതുണ്ട് ഒരു നിർണയമാക്കണോ. അതേപോലെ ഏതാളും ആ ഒരാളെ എടുക്കുകയും ഉദീയത്തിന് മൃഗം എടുക്കുകയും അതേപോലെ അറക്കുകയും ഈയത്തിരിക്കുകയും വിതരണാക്കുകയും ഏൽപ്പിക്കണം. കാലിങ്ങനെ ചെന്നു ഇതവിടെ അല്ല ഞാൻ ഉള്ളാണ്ടല്ല ഇത് സമയം ഏൽപ്പിക്കണം. അവിടെ ഹാജരില്ലെങ്കിലും ഹാജരുള്ളവർക്ക് അതെല്ലാം ഏൽപ്പിക്കണം. ഈയത്തവും വെച്ചില്ലെങ്കിൽ ഇതെല്ലാം നല്ലതുപോലെ ശ്രദ്ധിക്കുക വിഷയമായിരിക്കും. കത്തി കൊടുത്തുവിട്ട് നിങ്ങൾ ഒരു ആരെങ്കിലും മുക്കരിക്കാമോ ഉസ്താദ് വന്ന് കത്തി കൊടുത്തുവിട്ടേ മയ്യാവില്ല. നിങ്ങൾ അറക്കോറുണ്ട് ഓർഡർ കൊടുക്കണം. ഇല്ലെങ്കിൽ അറവ് വക്കാലത്താവില്ല. നിങ്ങൾ അറക്കോറുണ്ട് ബായിൽ ചൊല്ലണം. കാലി കത്തി കൊടുത്ത മയ്യാവില്ല. ഇത്ര ശ്രദ്ധിക്കുന്ന വിഷയം ചമ്മയുണ്ട്. ഈ വിഷയമായി ബന്ധപ്പെട്ടിട്ട് ഇതെല്ലാം നല്ലതുപോലെ ശ്രദ്ധിക്കുന്ന ടൈം ഇടമാവുള്ളത് കൊണ്ട് ആ ഭാഗത്ത് ഞാൻ കിടക്കില്ല. അതേപോലെ ഞങ്ങൾ ബാരനായത്തിൽ ഉദീയത്ത് അർക്കിടെ പേരിക്ക ഞങ്ങളെ ഉദീയത്ത് ഞങ്ങൾ ഉപ്പിനെങ്കിൽ അർക്ക് ഏൽപ്പിച്ച പേരിക്ക അവിടെ എടുത്തിട്ട് ഔട്ട് മാലിനും കൂടെ എടുത്ത് പണ്ട് ചില ആൾ മൈക്കാലത്താണുള്ള ആൾക്കാർ എന്നുണ്ടെങ്കിൽ അവിടെ കൊറിയായെങ്കും പാവത്തെ ഫക്കീർ മിസ്കീനുമാർക്ക് സ്വതക്ക കൊടുക്കുക നിർബന്ധം. പിന്നെ മേക്കരെടുത്തവർ അവിടെ ഇല്ലെങ്കിൽ പാടില്ല, ഹറാമായിട്ടിട്ട്. സുന്നത്തായ ഉദീയത്ത് ഫർദായ ഉദീയത്ത് എല്ലാ അവിടെയുമേ കൊടുക്കണം. സുന്നത്തായ ഉദീയത്ത് ഞങ്ങൾ ഉപ്പിനെങ്കിൽ അർക്കോ പോയി കൊടുത്തതിന് ഉദാഹരണം വയ്ക്കടെ അല്ലെങ്കിൽ കുപ്പെട്ടിൽ അവിടെ അർക്കോ വെട്ടി കൊടുത്താൽ വരിക എന്നെങ്കിൽ
അതിൽ ഒരു അംശ ഒരു ഏഴ് ആൾ ചേരുന്നുണ്ടെങ്കിൽ ഒരു 4 കിലോ ആയെങ്കും ചുരുങ്ങിയത് 6 ആയത്തുള്ള തനി ഫക്കീർ മിസ്കീൻ അത്ര കഷ്ടത്തല്ല ഇറാശിയാൾമാർക്കല്ല ഫക്കീർ മിസ്കീനായ ഒരു 7 ആൾക്ക് അഥവാ 4 കിലോത്തെ ടോട്ടലി 7 ആൾ ചേരുന്നുണ്ടെങ്കിൽ 4 കിലോ തന്നാച്ചെങ്കിലും അവിടമേ ഫക്കീർ മിസ്കീനമാർ കൊടുത്തിട്ടു പിന്നെ ബാക്കി അരച്ച് പുലർത്തവരാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പം അതാണുള്ള അവിടെ അറക്ക് പാട്ടറി അങ്ങനെ മാലെടുത്ത വേണ്ടേ അതാവില്ല. അവിടെ ഫറലായ കതിർ അവിടെ കൊടുത്തിട്ട് പിന്നെമേ പറഞ്ഞു. ഇങ്ങനെ ചുമ്മ വിഷയത്തിലുണ്ടോ സംശയം കേൾക്കോറോ അള്ളാഹു സുബ്ഹാനഹു വ തആല നട്ടപോലെ ഞങ്ങൾ ആമലുകളാക്കിയിട്ട് അതനുസരിച്ചിട്ട് സ്വീകരിക്കുന്ന നിലക്കാക്കിയിട്ട് അള്ളാഹു ഞങ്ങൾ എല്ലാ ആമലെയും സ്വീകരിക്കുമാരാകട്ടെ. അള്ളാഹു ഞങ്ങൾ ഉബഹിയത്ത് പോലുള്ള ഉബഹിയത്താകട്ടെ. അതുപോലെ അറഫയും എല്ലാ പെരുന്നാളും ജാവുന്നാളും അതുപോലെ അമലാക്കിയിട്ട് അതിൽ മഹത്വം